കണ്ണൂരിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ട്രക്കിംഗ് സ്പോട്ടിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. മല്ലപ്പുല്ല് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. പൈതൽമല ഭാഗത്തായിട്ട് വരും, പക്ഷേ പൈതൽമലയല്ല. ഞങ്ങളൊരു 6 മണിക്ക് തലശ്ശേരിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 9:30 ആകുമ്പോഴത്തേനും ഞങ്ങളുടെ ട്രക്കിംഗ് സ്പോട്ടിലെത്തി. ഞങ്ങളൊരു 11 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. ഞങ്ങളെല്ലാവരും ജിമ്മേറ്റ്സ് ആണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം 60 രൂപേൻ്റെ ടിക്കറ്റ് എടുത്ത് മെല്ലെ നടന്നു തുടങ്ങി. നടക്കുന്തോറും നമ്മൾ പല രീതിയിലുള്ള നമുക്ക് കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റും. ഓപ്പണായിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് തന്നെ നമുക്ക് കയറേണ്ട മല മുഴുവനായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ നടന്ന് നീങ്ങുമ്പോൾ നമ്മൾ ഒരു കാട്ടിലേക്ക് കയറും. കാടെന്ന് പറയുമ്പോൾ ഘോരമായിട്ടുള്ളൊരു കാടൊന്നുമല്ല, എന്നാൽ കാടിൻ്റെ ഒരു മനോഹാരിത നമുക്ക് ആസ്വദിക്കത്തക്ക രീതിയിലുള്ള ഒരു ചുറ്റുപാടൊക്കെയാണ് അവിടെ ഉള്ളത്. കുറേ ഇങ്ങനത്തെ വന്നിട്ട് ആക്ച്വലി ഇങ്ങനെ സ്ഥലത്ത് പോകണമെന്ന് ഒരുപാട് കാലം ആഗ്രഹിക്കുന്നു. നടന്നു പോകുന്ന വഴിക്ക് കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഞങ്ങൾ പോയ സമയം മഴയല്ലാത്തത് കാരണം അത്ര വലിയ വെള്ളത്തിന് ഒഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ചെറിയ ചെറിയ രീതിയിൽ ഒറ്റിട്ട് വീഴുകയും അല്ലെങ്കിൽ കുറച്ച് ചെറിയ ഫോഴ്സിലൊക്കെ വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. ആൻഡ് ചില സ്പോട്ടുകളിൽ ഞങ്ങൾക്ക് ആ വെള്ളം എടുത്ത് കുടിക്കാനും പറ്റിയിട്ടുണ്ടായി. പിന്നെ ഈ ഒരു ട്രക്കിങ്ങിൻ്റെ സമയത്ത് നല്ലപോലെ വെള്ളമൊന്നും നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല, ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടം ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. സാധാരണ കാട് മാത്രമല്ല, നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മുളങ്കാടുകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. സം കൈൻഡ് ഓഫ് ഫ്രൂട്ട്. കാടിനെ സ്നേഹിക്കുകയും കാടിൻ്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ മസ്റ്റായിട്ടും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ആ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷമാണ്. പിന്നെ മാക്സിമം നിങ്ങൾ ഭയങ്കര ഒരു വെയിലുള്ള സമയത്ത് വരാതിരിക്കുക എന്നുള്ളതാണ്. കാരണം വെച്ചാൽ വെയിലാകുമ്പോൾ നമ്മൾ കുറേ കൂടി കൂടുതൽ ക്ഷീണിക്കും. പക്ഷെ 9 മണിക്ക് അവിടെ ആ ഒരു ടിക്കറ്റ് കൗണ്ടർ തുറക്കുള്ളൂ. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതാക്കുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കാരണം ഒഴുകി പോകുന്ന വെള്ളം. അടിപൊളി സ്ഥലം. അവര് സ്റ്റോപ്പായിട്ടുണ്ടാവും വേണമെങ്കിൽ. കുന്ന് കയറി 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 കുറച്ച് ആശ്വാസം കിട്ടുന്നു. കയറുന്നുണ്ടാവും അവിടുന്ന് കുറച്ചിങ്ങോട്ട്. ഇത് കണ്ടോ, ഇവിടെ അതാ മഞ്ഞപ്പുല്ലല്ലേ, ചോല വെള്ളാണോന്നറിയില്ല. മഞ്ഞപ്പുല്ല്. അടിപൊളി സ്ഥലം. ഓ, നല്ല നല്ല വെള്ളം, കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്ന സ്ഥലം ഉണ്ട് തോന്നല്ലോ. കുറവായിരിക്കും. കല്ലിൻ്റെ ഉൾക്കൂട്ട വെള്ളം വരുന്നുണ്ട്.
എൻ്റെ മോളെ ഇനിയുണ്ട് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞേ. വെരി വെരി ഡിഫിക്കൾട്ട് കേട്ടോ. ഇറ്റ്സ് നോട്ട് എൻ ഈസി ട്രക്ക് അറ്റ് ഓൾ. വെരി ഡിഫിക്കൾട്ട് ട്രക്ക്. ഒരു ഈസി അല്ല, ഒരു മീഡിയം ഇൻ്റർമീഡിയറ്റ് ലെവലാണ്. എല്ലാവർക്കും ഒന്നും കയറാൻ പറ്റില്ല, ബുദ്ധിമുട്ടായിരിക്കും ഇവിടെയൊക്കെ കയറാൻ. ബട്ട് വർത്ത് ദ ക്ലൈംബ് എന്ന് പറയില്ലേ? യെസ് ഇറ്റ് ഇസ്. എൻ്റെ മോനെ ഇതിങ്ങനെ ഈ മലേൻ്റെ മുകൾക്കൂടെ ഇങ്ങനെ വരുന്ന ഉറ്റി. അയ്യോ ആകാശം നോക്കി നിൽക്ക്, എന്തൊരു സുഖ. എൻ്റെ വ്യൂ എങ്ങനെയാണെന്നറിയപ്പോൾ കാണിച്ചുതരാം. ദിസ് ഇസ് മൈ വ്യൂ. എൻ്റെ കണ്ണുകളിലൂടെ നിങ്ങൾ ആകാശം നോക്കിക്കോ. ഈ പൂമ്പാറ്റനെ കണ്ടോ? കളർഫുൾ ആയിട്ടുള്ള ഡ്രോയിങ് ചിത്രത്തിൽ മാത്രം നമ്മൾ കാണുന്ന തരം പൂമ്പാറ്റ. സോ ബ്യൂട്ടിഫുൾ. മേലോട്ടാ പോകുന്നത്, താഴോട്ട് വാ മോളെ. സഹൃദയരെ ഇവിടെ നോക്കൂ. മായ നല്ലൊരു പേരാട്ടോ. ഇങ്ങോട്ടൊന്നോ, ഞാൻ എടുക്കാം. അല്ല മായ അങ്ങനെ കേൾക്കുമെങ്കിലും അത്ര എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഒന്നുമില്ല. മായ ആ സിനിമയിലല്ലേ മായ ഉള്ളൂ, അല്ലാണ്ട് ഒറിജിനലായിട്ട് അങ്ങനെ മായ കേൾക്കില്ല. ഇത് ഫോട്ടോ അല്ല, വീഡിയോ. നീ അങ്ങോട്ട് ഇരിക്കേ. അഭിപ്രായം പറയണേ കേട്ടാ, ചോദിക്കുമ്പോ അഭിപ്രായം പറയണേ കേട്ടാ. ഞാൻ ചോദിക്കും, നിങ്ങൾ ആയിട്ടായിട്ടില്ല. അഭിപ്രായം ഞാൻ ചോദിക്കട്ടെ. ഞാൻ അഭിപ്രായം ചോദിക്കും, നിങ്ങൾ പറയണം കേട്ടാ. അപ്പൊ പറഞ്ഞോ, എങ്ങനെയുണ്ട് ഇന്നത്തെ ഇത്ര വരെയുള്ള യാത്ര? എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ല ട്രെക്കിംഗ് ആയിരുന്നു. ഇത്രയും വലിയൊരു ട്രെക്കിംഗ് ഞാൻ ഇതുവരെ ജീവിതത്തിൽ നടന്നില്ല. അടിപൊളി കേട്ടോ. ഇനി നിന്റെ ഇതെന്തായാലും പറയണം. അഭിപ്രായം സ്പീച്ച്ലെസ്. ഇനി മായ
അല്ല നീ പറയണം ഞാൻ പറയില്ല, പക്ഷെ കോൺസെൻട്രേഷൻ നല്ല അടിപൊളി അതാണ് നല്ലൊരു ഇതാണ്. ഇതൊന്നും ഔട്ടാവൂല, ഞങ്ങൾ പേടിക്കണ്ട. അടിപൊളി ഇനി ഇവളോട് ചോദിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ എന്റെ കൂടെ തന്നെയല്ലേ. ഇവക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ചെയ്യും. ഒന്നുകൂടെ പറയുന്നുണ്ടോ? കണ്ണൂരിന്റെ പല ഹൈ റേഞ്ച് സ്ഥലങ്ങളിൽ നമ്മൾ ട്രക്കിംഗ് നടത്തിയിട്ടുണ്ട്. ഇതുപോലെ ഇത്രയും ദൂരമുള്ള ട്രക്കിംഗ് ആദ്യമായിട്ട് നടത്തുന്നത്. അത് സത്യ നല്ല വ്യൂ ആണ് നിങ്ങൾ കണ്ടില്ലേ? എനിക്ക് 10,000 ആൾക്കാരുള്ള യൂട്യൂബ് ചാനലുണ്ട്. ശരിക്കും വിശ്വസിച്ചാൽ നിങ്ങൾ എവിടുന്നാ വരുന്നേ? നെല്ലിക്കപ്പാലം എവിടെയോ? ഓ ചെക്കിക്കുളം. അറിയാം. എങ്ങനെയുണ്ട്? ഇത്ര ട്രക്കിംഗ് ഒക്കെ സൂപ്പർ അല്ലേ? അതാ വടിയൊക്കെ എടുത്തിട്ട് പ്രൊഫഷണൽ ആയിട്ട് ഒരാൾ വന്നിട്ടുണ്ടേ. അപ്പൊ സൂപ്പർ അല്ലേ? കേറൂല. അതെ കേട്ടോ, കഴിയാത്ത ഒരാളും കേറണ്ട. അപ്പൊ ശരി. പാവം, എന്താ ചെയ്യാ. അപ്പൊ ശരി, കാണാം. ഓക്കെ, ബൈ. ദിസ് ഈസ് റോഡ് നോട്ട് ടേക്കൺ. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവില്ലേ? എല്ലാവരും പഠിച്ചിട്ടേ. മുകളിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ ഭാഗത്തേക്ക് പോകാന്നുള്ളതാണ്. അത് കാട്ടിലേക്ക് പോകുന്ന വഴിയുണ്ട്, അധികം ആൾക്കാർ നടന്ന് നീങ്ങാത്ത സ്ഥലമുണ്ട്, അതേപോലെ തന്നെ കോമൺ ആയിട്ട് എല്ലാവരും പോകുന്ന വഴികളും ഉണ്ട്. സ്റ്റോപ്പ് ആക്കണ്ടേ, നടന്നോ. ഞങ്ങൾ ചെറിയൊരു അഡ്വഞ്ചറസ് തോട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ അധികം ആൾക്കാർ പോവാത്ത ഒരു വഴിയെടുത്തു. പക്ഷേ അവിടുത്തെ അട്ട എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം ഒട്ടും നിൽക്കാൻ പറ്റില്ല, ഒട്ടും നമുക്ക് പോസ് ചെയ്യാനേ പറ്റില്ല. കാരണം പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും നമ്മളെ മേത്ത് ഇഷ്ടം പോലെ, 1 2 ആയിരിക്കില്ല, ഇഷ്ടം പോലെ അട്ടകൾ കയറും. അത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഞങ്ങളുടെ കയ്യിൽ ഒരു കുപ്പി ഫുൾ ഉപ്പുണ്ടായിരുന്നു, അത് മുഴുവൻ തീർന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അത്രമാത്രം അട്ടയുണ്ടായിരുന്നു. പക്ഷേ അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും കൂടെ ഒന്നിച്ച് നമ്മൾ സംസാരിച്ച് പോകുമ്പം ഈ പറഞ്ഞ നടക്കാത്ത വഴിയിലൂടെ നടക്കുമ്പോഴും അത്ര പ്രശ്നമായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഒരു പോയിന്റ് എത്തിയപ്പം അധികം വഴി ഇല്ലാതായി. കാരണം ഒരു പോയിന്റ് വരികയെ ചിലപ്പോൾ ആൾക്കാർ പോയിട്ടുണ്ടാവുള്ളൂ, അതിനുശേഷം മുന്നോട്ടധികം പോയിട്ടുണ്ടാവില്ല. നോക്കണേ, വെറുതെ എല്ലാവരും ഒപ്പിട്ട് വാങ്ങിക്കുന്നത്. ഷൈനി സൂക്ഷിച്ചിട്ടാണെങ്കിൽ സൈൻ ചെയ്തിട്ടുണ്ടാവും. ആരോ പറഞ്ഞല്ലോ സൈൻ ചെയ്യണമെന്ന്. മരിച്ചു അല്ല, പുലിയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അങ്ങനെ ഇറക്കൂല ഇങ്ങോട്ട്. നമ്മളെ റിസ്ക് പോകുന്ന എടാ, കാട്ടിലേക്ക് അങ്ങ് പോണ. ഓൾമോസ്റ്റ് 3.5 കിലോമീറ്റേഴ്സ് തന്നെ ഉണ്ട് മുകളിലെത്താൻ വേണ്ടിയിട്ട്. അതിനുശേഷം അവിടെ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, പല വഴികളിലേക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് പോകേണ്ട വഴി കാട്ടിലേക്കുള്ള അധികം പോവാത്ത ആ വഴിയിലേക്ക് പോവാം. പക്ഷെ അത് ഇത്തിരി റിസ്ക്കാണ്. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ റിസ്ക്കും ഭീകരമായ റിസ്ക്കൊന്നുമല്ല, ബട്ട് സ്റ്റിൽ വഴി അത്ര ക്ലിയർ അല്ല. അപ്പം നമുക്ക് നമ്മളെ കാലൊക്കെ തെന്നിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണ് ഉരുണ്ട് പോകുമെന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് വഴികളുണ്ട്, അതിലൂടെ നടന്ന് നീങ്ങാം. അതിലൂടെ പോകുന്ന സമയത്ത് ഒരുപാട് വലിയ പാറക്കല്ലുകളുണ്ട്, അവിടെ നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാം. പക്ഷെ നിലത്തൊക്കെ കിടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, അട്ടകളുണ്ട്. പക്ഷെ അധികം ആൾക്കാർ പോയ വഴിക്ക് കുറേ കൂടി വെയിലടിക്കുന്ന സ്ഥലമായത് കാരണം, പാറകളുള്ള കാരണം അട്ടകൾ അവിടെ കുറച്ച് കുറവാണ്. പക്ഷേ ഈ കാട്ടിലേക്ക് പോകുമ്പം നല്ല പോലെ അട്ടയുണ്ട്. പക്ഷെ അവിടുത്തെ വ്യൂ, അത് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. വർത്ത് ദ ക്ലൈംബ് എന്ന് തന്നെ നമുക്ക് പറയാലോ. ഭയങ്കര ഭംഗിയാണ്. നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് പകുതി കണ്ണൂർ ഭാഗവും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ബിൽഡിങ്സ് ഒന്നും കാണില്ല, ഫുൾ ലഷ്യസ് ഗ്രീൻ ആയിട്ടുള്ള ഭയങ്കര
ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറിയാണ്. ഒരുപാട് പൂക്കളുണ്ട്, വൈൽഡ് ഫ്ലവേഴ്സ് ഉണ്ട്, നമ്മൾ കാണാത്തതും കണ്ടതുമായിട്ടുള്ള ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. ആൻഡ് ഈ കാണിക്കുന്ന ഫ്ലവേഴ്സിൻ്റെയൊക്കെ ഒരു വലിയൊരു ഒരു പുൽമേടില്ലേ, പുൽമേട്ടിലും നിറച്ചും ഫ്ലവേഴ്സാണ്. എനിക്കവിടെ കിടക്കണമെന്ന് അതിയായ ആശയുണ്ടായിരുന്നു, പക്ഷെ അട്ടേനെ പിടിച്ചിട്ട് മാത്രം ഞാനവിടെ കിടന്നിട്ടില്ല. പക്ഷേ ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. അവിടെ നിന്ന് ലേശം വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫുൾ ഇത് ഡോക്യുമെൻ്റ് ചെയ്യാൻ കാരണം പിന്നീട് നമ്മൾ നോക്കുമ്പം നമുക്കിതൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്, റിയാക്ഷൻസും. പിന്നെ കൂടെയുള്ളവരൊക്കെ ഭയങ്കര അടിപൊളി ടീമാണ്. ഒരുപാട് യാത്ര ചെയ്യുന്നവരുണ്ട് കൂടെ, അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് യാത്ര ചെയ്യാൻ. അപ്പോൾ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരോട് നമ്മൾ യാത്ര ചെയ്യുമ്പം ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് അല്ലേ. ആൻഡ് അതുപോലെ ഒരു ടീമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. വളരെ രസമായിരുന്നു അവരോട് സംസാരിക്കാനും. അതുപോലെ തന്നെ ഇനിയും ഞങ്ങൾ ഒത്തിരി ടൂർ പ്ലാൻസ് ഈ വഴി ഉണ്ടാക്കി എന്നുള്ളത് മറ്റൊരു കാര്യം. ഇറ്റ് വാസ് റിയലി ഗ്രേറ്റ് ട്രാവലിംഗ് വിത്ത് ദം ആക്ച്വലി. ഒരുപാട് യാത്ര ചെയ്തവർക്ക് അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടാവും. ഞങ്ങളുടെ കൂട്ടത്തിൽ മായ, അതുപോലെ ഋഷി എന്ന് പറയുന്ന അവർ കപ്പിൾസാണ്. അപ്പോൾ അവർ ഹരിഹർ ഫോർട്ടിലൊക്കെ പോയ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് അവിടെ പോകാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും നമുക്ക് തന്നെ തോന്നിപ്പോവും. അവിടെ മാത്രമല്ല, അവർ ഒരുപാട് സ്ഥലത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തിട്ടില്ല, നമുക്ക് ബക്കറ്റ് ലിസ്റ്റിലിട്ട് വെച്ചെന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അതൊക്കെ ആക്ച്വലി അവർ യാത്ര ചെയ്ത് കഴിഞ്ഞു. അതുപോലെ അഗസ്ത്യാർകൂടം, എൻ്റെ അമ്മ, എനിക്കത് എന്തായാലും പോകണം, എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. അവർ അത് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ യാത്ര എന്ന് പറയുന്നത് ചുമ്മാ സ്ഥലം കാണുക മാത്രമല്ല, ഇറ്റ് ഈസ് ആക്ച്വലി ഒരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അത്. യാത്ര ചെയ്യുന്ന സ്ഥലമായാലും യാത്ര ചെയ്യുന്നവരുടെ കൂടെ ഉള്ള എക്സ്പീരിയൻസ് ആയാലും എല്ലാം നമുക്കൊരു പഠിക്കാനും ഒക്കെ ഒരു കൈൻഡ് ഓഫ് പ്ലാറ്റ്ഫോം ആയിട്ടാണ് ആക്ച്വലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നിയിട്ടുണ്ടാവുക. ചുമ്മാ സ്ഥലം കണ്ട് വരിക എന്നുള്ളതിനേക്കാൾ അതാണ് യാത്ര എന്ന് പറയുന്നത് അല്ലേ. ആൻഡ് പിന്നീട് കുറേ സമയം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സമയം ഇവിടെയൊക്കെ ചിലവഴിച്ച് എന്നിട്ടാണ് ഞങ്ങൾ താഴോട്ട് ഇറങ്ങുന്നത്. കയറിയതിൻ്റെ അത്ര ആക്ച്വലി ടഫ് ആയിരുന്നില്ല ഇറങ്ങാൻ വേണ്ടിയിട്ട്, അത്ര സമയം എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും വിശന്ന് വലഞ്ഞു എന്ന് തന്നെ പറയാം. അപ്പോൾ സ്പീഡ് ഇത്തിരി കൂടുതലായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ഇറങ്ങുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് മഞ്ഞപ്പുൽ എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. പക്ഷേ എക്സ്പീരിയൻസ് ചെയ്യാൻ വരുമ്പം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ പ്രകൃതിയെ നമ്മളാണ് സംരക്ഷിക്കേണ്ടത്. പ്ലാസ്റ്റിക്കുകൾ മാക്സിമം ഒഴിവാക്കുക, പ്ലാസ്റ്റിക് കുപ്പി ഒഴിവാക്കുക, വെള്ളമൊക്കെ എടുക്കുന്ന സമയത്ത് യൂഷ്വലി നമ്മൾ എടുക്കുന്ന സ്റ്റീൽ ബോട്ടിൽസിലൊക്കെ ക്യാരി ചെയ്യുക. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അതിനെ ശ്രദ്ധിച്ചാൽ മതി. അപ്പം വളരെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ട്രാവലറായിരിക്കാം. ബൈ.